So yes. So please മഞ്ജു ചേച്ചി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു പക്ഷേ ലൂസിഫർ എന്ന സിനിമയായിരിക്കും. ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ നായകനായി അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ രാജുവിൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പരിചയം എനിക്കില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ രാജുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. അതായത് രാജുവിന് സിനിമയോടുള്ളൊരു പാഷനും സിനിമയെ കുറിച്ചുള്ള ഒരു അറിവും അതൊക്കെ വളരെ സാധാരണ പോലെയല്ല, അതിലൊക്കെ എത്രയോ വലുതാണ് എന്നറിഞ്ഞിരുന്നു. അപ്പൊ രാജു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൈവമേ ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം പോലെ ആ സിനിമയിൽ ഭാഗമാവുകയും ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. രാജു എന്ന സംവിധായകനെ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടറിഞ്ഞ അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയിട്ടുള്ള സ്ഥാനവും എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ്. ഇപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലും ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയിലും ആ യാത്ര വളരെ സന്തോഷത്തോടെ തുടരുകയാണ്. അപ്പോൾ ഇത്തരം ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ സംഭവിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലാണ്. എന്നെ പ്രിയദർശിനി എന്ന കഥാപാത്രം എൻ്റെ കൈകളിൽ വിശ്വസിച്ചേൽപ്പിച്ച രാജുവിനും മുരളിക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഒപ്പം എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ലാലേട്ടനോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇത് അർഹിക്കുന്ന ഒരു വലിപ്പവും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മടിയുമില്ലാതെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആന്റണി ചേട്ടനെ പോലെ ഗോകുലം ഗോപാലൻ സാറിനെ പോലെയുള്ള വലിയ നിർമ്മാതാക്കളുടെ ശക്തി ഈ നൽകുന്ന ശക്തി ഈ സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ദ്രനും ടൊവിയൊക്കെ ഞങ്ങൾ കോ ആക്ടേഴ്സ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പം എല്ലാവരും കൂടിയുള്ള ഈ പ്രൊമോഷന്റെ യാത്രകളും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഒക്കെ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഒന്നാണ് ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് പറയാനുള്ളത്. ലാലേട്ട, രാജു, ആന്റണി ചേട്ട, ഗോപാലൻ സർ മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുകയും മുന്നിട്ടിറങ്ങി ധൈര്യത്തോടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതിന് സിനിമയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്.